ഫൈനലി അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അരിനെല്ലി ഫുള്ള് നമ്മൾ പറിച്ചെടുക്കാൻ പോകാണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എനിക്ക് അരിനെല്ലി ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ആഗ്രഹമുള്ളപ്പോഴൊക്കെ വേഗം പോയി പറിക്കുക കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് ഫുള്ള് കാലിയാവാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറിച്ചെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഫുൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഞാൻ എല്ലാം ഒന്നിച്ച് വലുതായിട്ട് ഒന്നിച്ച് പറിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം കൂടെ ഫുള്ളായിട്ട് ഒരേ സൈസിൽ വലുതാവുന്നില്ല. വലുതായത് ഫുള്ള് വേഗം കൊഴിയാൻ തുടങ്ങി. പിന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള മഴയും കൂടെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു പകുതിയും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൊഴിഞ്ഞു പോകുന്നൊക്കെ പറിച്ച് താഴത്തുനിന്നൊക്കെ എടുത്ത് നമ്മൾ ഉപ്പിലിടാറൊക്കെ ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം വീഴുമ്പോൾ തന്നെ കേട് വന്ന് പോകാറുണ്ട്. അതായത് നമുക്ക് വീഴാതെ പറിച്ചെടുത്താലേ നമുക്ക് യൂസ്ഫുള്ളും ആവത്തുള്ളൂ. അത് കാരണം കൂടുതലും നമുക്ക് വീഴാതെ പറിച്ചെടുക്കുന്നത് മാത്രമേ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കളയാറാണ് ചെയ്യാറില്ല. എനിക്ക് അത്യാവശ്യം നല്ല വിഷമമുണ്ട്. പക്ഷെ നമ്മൾ താഴെ വീഴുമ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് കേടുവന്ന് പോകും. അത് കാരണം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറ്റാവുന്നത്രയും നമ്മൾ നിലത്ത് വീഴാതെ കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ കിട്ടി, കുറേയൊക്കെ പോയി. ഇത് നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല കേട്ടോ, കുറേ വീട്ടിൽ കൊടുക്കാനുണ്ട്. ഞാൻ അന്ന് വീഡിയോ ഇട്ട ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. സോ എല്ലാവർക്കും കുറച്ചായിട്ട് നമ്മൾ എല്ലാ വീട്ടുകാർക്കും കൊടുക്കാനുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും കൂടെ ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് താഴത്തുനിന്നും മുകളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ള് നമ്മളിങ്ങനെ താഴത്തുനിന്ന് മുണ്ടൊക്കെ പിടിച്ച് അങ്ങനെയാണ് കൂടുതലും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇനി കൊമ്പ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കൊമ്പ് ഒന്നും ഒടിക്കാതെ നമ്മളെല്ലാം അതുപോലെ തന്നെ നിർത്തി പറിക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന കൊമ്പും കൂടിയാണ്. കാരണം നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഓരോന്നും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് ഇത്രയായിട്ട് കിട്ടിയിട്ടുണ്ടായത്. ഇതെനിക്ക് തോന്നുന്ന സമയത്ത് ഓടിപ്പോയി കുറച്ച് പറിച്ച് ഉപ്പും മുളകൊക്കെ തിരുമ്പി കഴിക്കുമ്പോൾ സുഖം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും സാരില്ല, വേറെ വഴിയില്ലല്ലോ. സംഭവം ഏതായാലും പറിച്ചതിനേക്കാളും സ്പീഡിൽ കാലിയായിട്ടുണ്ട്. എല്ലാവർക്കും ഷെയറിങ് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് 2 കുപ്പി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മൾ ഉപ്പിലിടാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അച്ചാറിടുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഉപ്പിലിട്ടാണ്. നമുക്കത് ആവശ്യം വരുമ്പോൾ മാത്രം ഉപ്പിലിട്ടെന്ന് കുറച്ചെടുത്ത് നമ്മൾ അച്ചാറിടാറുണ്ട്. പക്ഷെ നമുക്കാണ് അച്ചാർ ഫാൻസ് അല്ല, ഈ ഒരു സംഭവത്തിന് അച്ചാർ ഫാൻസ് അല്ല ഇവിടെ ആരും. ഇതൊക്കെ പിന്നെ ഇപ്പം കാലിയാവും. പിന്നെ നമുക്ക് കുറച്ച് റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിലല്ല, വല്യമ്മയുടെ വീട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ റംബൂട്ടാൻ എല്ലായിടത്തും ഉണ്ടായി കഴിഞ്ഞിട്ട് സീസൺ വരെ കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. കാരണം ഇപ്പോഴാണ് ഇവിടെ റംബൂട്ടാൻ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ കുഞ്ഞുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ എല്ലായിടത്തും ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് ആ ഒരു സീസണൊക്കെ കഴിഞ്ഞ ശേഷം റംബൂട്ടാൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി രസമായിക്കില്ലേ. കാരണം ആർക്കും കിട്ടാത്ത സമയത്ത് നമുക്ക് കിട്ടുമ്പോഴല്ല അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് ഫുള്ളായിട്ട് ചുവന്ന കളറൊക്കെ ആകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് അന്ന് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഡേ എന്തായാലും റംബൂട്ടാൻ നെല്ലിക്കൊക്കെ വെച്ച് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ റംബൂട്ടാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചുവന്ന് നിൽക്കുന്നൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ, ബൈ.